ഒരു സ്ത്രീയെ കൈവശം വയ്ക്കാൻ പോരാട്ടം നടത്തുന്നത് ശരിയല്ല. മറ്റൊരാളെ നമുക്കൊരിക്കലും കൈവശം വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കൈവശം നിലനിൽക്കുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഒരാൾ താൻ അവിടെ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അയാളെ അല്ലെങ്കിൽ അവളെ നമുക്ക് കൈവശം വയ്ക്കാൻ സാധിക്കുന്നത്. ഒരാരോഗ്യമുള്ള പങ്കാളിത്തം ആഗ്രഹം, സമ്മതം, സമത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. നിയന്ത്രണമോ വഞ്ചനയോ പാടില്ല. പരസ്പരം ഒരുമിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരേ സമയം ഒരാളുടെ വളർച്ചയ്ക്ക് മറ്റൊരാൾ പിന്തുണ നൽകുമ്പോഴാണ് ആ ബന്ധം വളർന്ന് പുരോഗമിക്കുന്നത്. ഒരു സ്ത്രീ ആത്മാർപ്പിതമായൊരു ബന്ധത്തിലേക്ക് തയ്യാറായിരിക്കുന്നുവെന്നറിയാൻ ചില മനോഭാവങ്ങളും ഗുണങ്ങളുമുണ്ട്. അവൾ തൻ്റേതായ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും അറിയുന്നവളാണ്. സ്വഭാവത്തിൽ ആത്മവിശ്വാസിയുമാണ്. അവൾ തൻ്റെ ഭാവങ്ങളും പെരുമാറ്റവും വളർച്ചയും സ്വയം ഏറ്റെടുക്കുന്നു. അവൾ സ്വയം പോരായ്മയില്ലാതെ ജീവിക്കുന്നവളാണ്. പക്ഷേ പരസ്പര ആശ്രയവും പിന്തുണയും സ്വീകരിക്കാൻ തയ്യാറുമാണ്. അവൾ തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതിരുകളും തുറന്നു പറയുന്നു. സ്നേഹത്തെയും ബന്ധത്തെയും വ്യത്യസ്തമായി കൃത്യമായി സ്വീകരിക്കാൻ അവൾ തയ്യാറാണ്. അവൾ തനിക്ക് തന്നെ കൊടുക്കുന്ന വിശ്വാസം തൻ്റെ പങ്കാളിക്കും കൊടുക്കുന്നു. ബന്ധത്തിൽ സമയം, മനസ്സ് എന്നിവ നിക്ഷേപിക്കാൻ അവൾ തയ്യാറാവുന്നു. പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തിനും അതിരുകൾക്കും വ്യക്തിത്വത്തിനും അവൾ ബഹുമാനം നൽകുന്നു. വെല്ലുവിളികളും പഠനവും സാഹസിക വികസനവും അവൾ സ്വീകരിക്കുന്നു. ബന്ധത്തിൽ തുടരുന്നത് അവളുടെ തിരഞ്ഞെടുപ്പാണ്, ബാധ്യതയല്ല, അല്ലെങ്കിൽ പിടിവാശിയല്ല. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. എല്ലാ സ്ത്രീകളും ഈ ഗുണങ്ങളൊക്കെയും കൃത്യമായി കാണിക്കണമെന്നില്ല. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ ഒരു സ്ത്രീ ആരോഗ്യപരമായ സംതൃപ്തിയുള്ള ഒരു ബന്ധത്തിന് തയ്യാറായിരിക്കുമ്പോൾ കാണപ്പെടാവുന്ന മനോഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പരസ്പര ധാരണ, വിശ്വാസം, സ്നേഹം, ബഹുമാനം എന്നീ 4 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. അതായത് ആരും ആരെയും കൈവശം വെക്കേണ്ട ആവശ്യമില്ല. അവരുടെ കൂടി ചിന്തകളെയും മൂല്യങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് അവരുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടെ നിൽക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ സൗന്ദര്യമുള്ളതും ദൃഢതയുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമാകുന്നു. ഒരു ബന്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളെക്കുറിച്ച് പരസ്പരം തുറന്ന് സംസാരിക്കുക. പൊരുത്തപ്പെടാൻ കഴിയുമെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. തെറ്റായ വ്യക്തിത്വം മുന്നോട്ട് വെച്ച് ഒരിക്കലും ഒരു ബന്ധം തുടങ്ങാൻ ശ്രമിക്കരുത്. രണ്ടുപേരുടെയും ജീവിതത്തെ അതില്ലാതാക്കുന്നു. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക.